ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്തായാലും ഈ ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് തൻ്റെ സഹോദരനായിട്ടുള്ള മുസ്ലിം ഇബ്നു അക്കീലിനെ കൂഫയിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. അവിടുത്തെ സ്ഥിതിഗതികൾ എന്താണ് അവിടുത്തെ അവസ്ഥ, കൂഫക്കാരി പറയുന്നതൊക്കെ ഉള്ളത് തന്നെയാണോ, സത്യമാണോ എന്നൊക്കെ ഒന്ന് വിശദമായി പഠിക്കാൻ വേണ്ടി, അത് അന്വേഷിച്ചറിയാൻ വേണ്ടിയിട്ട് മുസ്ലിം ഇബ്നു അക്കീലിനെ കൂഫയിലേക്ക് പറഞ്ഞയക്കുകയാണ്. തൻ്റെ സഹോദരനായിട്ടുള്ള മുസ്ലിം ഇബ്നു അക്കീലിനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് പറഞ്ഞയക്കുകയാണ്. ഇത് വളരെ രഹസ്യമായിട്ടുള്ള ഒരു നീക്കാണ്. കാരണം ഉമയ്യക്കാർക്ക് ഗവർണർ അധികാരത്തിലുള്ള സ്ഥലമാണ് കൂഫ. മുസ്ലിം ഇബ്നു അക്കീൽ കൂഫയിലെത്തി സാഹചര്യം നോക്കിയപ്പോൾ അവിടെ ഒരുപാട് ആളുകൾ വന്നിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ മുസ്ലിം ഇബ്നു അക്കീലിന് വന്നിട്ട് ബയ്യത്ത് ചെയ്യാണ്. ഒരുപാട് ആളുകൾ, ഒരുപാട് വംശജര് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മുസ്ലിം ഇബ്നു അക്കീൽ ഉടനെ തന്നെ ഒരു സന്ദേശം ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് കൊടുത്തുവിടുകയാണ്. ഈ സന്ദേശം കിട്ടുന്നതോടു കൂടിയിട്ട് എത്രയും പെട്ടെന്ന് കൂഫയിലേക്ക് പുറപ്പെട്ടു വരണം, ഇവിടെ നമുക്ക് വലിയൊരു അതിശക്തമായിട്ടുള്ള ഒരു ജനപിന്തുണ ഉണ്ട്, അതുകൊണ്ട് ഉടനെ കൂഫയിലേക്ക് പുറപ്പെട്ടിട്ട് പോരണം എന്നും പറഞ്ഞിട്ട് ഒരു സന്ദേശം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് അയക്കുകയാണ്. പക്ഷെ കൂഫയിലെ യഥാർത്ഥ അവസ്ഥ, അവിടെ ഇവരുടെ ഈ നീക്കങ്ങളൊക്കെ ഉമവിയാക്കള് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. മുസ്ലിം ഇബ്നു അക്കീൽ ഓൾറെഡി ട്രാക്ക് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. ഇമാം ഹുസൈനെ കൂഫക്കാർ കാത്തിരിക്കുകയാണ് എന്നുള്ളതൊക്കെ ഉമവിയാക്കാർക്ക് നന്നായിട്ട് അറിയായിരുന്നു. പക്ഷെ മുസ്ലിം ഇബ്നു അക്കീൽ ഇതൊക്കെ അറിയുന്നത് വളരെ വൈകിട്ടാണ്. അതുകൊണ്ട് തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് ഈ വാർത്ത എത്താൻ കുറച്ച് വൈകിപ്പോയി. അങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ആകെ തകിടം മറിഞ്ഞു പോകുന്നത്.